നമസ്കാരം. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ശത്രുവുണ്ട്, അലസത. അപ്പോ എങ്ങനെയാണ് ഈ നിഷ്ക്രിയത്വത്തെ പ്രവർത്തനമാക്കി മാറ്റുന്നത്? അലസതയെ ശരിക്കും മനസ്സിലാക്കി അതിനെ എങ്ങനെ പരാജയപ്പെടുത്താം? നമുക്ക് നോക്കാം. സത്യസന്ധമായി നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്, അല്ലേ? നിങ്ങളുടെ പല ജോലികളും, ചിലപ്പോൾ വലിയ സ്വപ്നങ്ങളും നാളെ എന്ന ഒരൊറ്റ വാക്കിൽ തട്ടി നിൽക്കുന്നുണ്ടോ? ഇതിന്റെ ഉത്തരം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. ശരി, നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. ആദ്യം തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യണം. അലസതയെ ഒരു സാധാരണ വിശ്രമമായി കാണുന്നത് നിർത്തണം. കാരണം അതങ്ങനെയല്ല, അതൊരു വിനാശകരമായ ശക്തിയാണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അലസത തരുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, അത് താൽക്കാലികമാണ്. പക്ഷേ അത് നമ്മുടെ നല്ലൊരു ഭാവിയെയാണ് പതിയെ പതിയെ കാർന്നു തിന്നുന്നത്. പുറമേക്ക് നിരുപദ്രവകാലിയായി തോന്നുമെങ്കിലും നമ്മുടെ കഴിവുകളെ അത് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാളെ എന്നത് ഒരു മിഥ്യയാണ്. സത്യം പറഞ്ഞാൽ അതൊരു കെണിയാണ്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു കെണി. യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിലുള്ളത് ഈ നിമിഷം മാത്രമാണ്. നമ്മൾ കാര്യങ്ങൾ നാളേക്ക് മാറ്റിവെക്കുമ്പോൾ അത് വെറും ജോലികൾ വൈകിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ വലിയ വലിയ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും മയക്കിക്കിടത്തുന്നതിന് തുല്യമാണ്. അപ്പം നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമായ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ഒന്നുമില്ലായ്മയുടെ ആ താൽക്കാലിക സുഖമാണോ നിങ്ങൾക്ക് വേണ്ടത്? അതോ കഠിനാധ്വാനം ചെയ്ത് നേട്ടങ്ങൾ സ്വന്തമാക്കുമ്പോഴുള്ള ആ സംതൃപ്തിയാണോ? ഓർക്കുക, രണ്ടും കൂടി ഒരുമിച്ച് കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: ഈ അലസതയിൽ നിന്ന് എങ്ങനെ പുറത്തുവരാം? നല്ല വാർത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിന്റെ ഈ നിശ്ചലാവസ്ഥയെ തകർക്കാൻ ശാസ്ത്രം തന്നെ നമുക്കൊരു വഴി കാണിച്ചു തരുന്നുണ്ട്. പലരും വിചാരിക്കുന്നത് പോലെ അലസതയുടെ പ്രധാന കാരണം ശാരീരികമായ ക്ഷീണമല്ല, മറിച്ച് അതൊരു മാനസികാവസ്ഥയാണ്. നിശ്ചലമായ ഒരു മനസ്സ് എപ്പോഴും നിശ്ചലമായിരിക്കാൻ തന്നെ ശ്രമിക്കും. നമുക്ക് വേണ്ടത് ചെറിയൊരു ഉത്തേജനമാണ്, ഒരു മൊമെന്റം. ഈ മാനസിക പ്രതിരോധത്തെ മറികടക്കാനുള്ള വളരെ ലളിതമായ ഒരു വഴിയാണിത്. എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയോ? മനസ്സിൽ 5 വരെ എണ്ണുക. ആ 5 സെക്കൻഡ് തീരുന്നതിനു മുൻപ് അത് തുടങ്ങിയിരിക്കണം. കൂടുതൽ ചിന്തിക്കാൻ നിന്നാൽ മനസ്സ് 100 കാരണങ്ങൾ കണ്ടെത്തി നിങ്ങളെ പിന്തിരിപ്പിക്കും. ഈ ചെറിയൊരു തുടക്കം മതി വലിയൊരു മാറ്റം കൊണ്ടുവരാൻ. ശരി, ആധുനിക ശാസ്ത്രത്തിൽ നിന്ന് നമുക്ക് നേരെ പുരാതനമായ ജ്ഞാനത്തിലേക്ക് പോകാം. അലസതയ്ക്കെതിരായ ഈ പോരാട്ടം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇതൊരു കാലാതീതമായ മാനുഷിക പോരാട്ടമാണെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഇത് നമ്മുടെ ഉള്ളിലുള്ള 2 വിപരീത ശക്തികളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ശത്രുവും ഒരു മിത്രവുമുണ്ട്. ആര് തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. ഇനി ഈ ഉദ്ധരണിയുടെ തീവ്രത നോക്കൂ. ഒന്നുമില്ലായ്മയുടെ, നിഷ്ക്രിയത്വത്തിന്റെ യഥാർത്ഥ വില എന്താണെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പാഴാക്കുന്ന ഓരോ നിമിഷവും എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിൽ പറയുന്ന ആശയം വളരെ ആഴത്തിലുള്ളതാണ്, അല്ലേ? പ്രവൃത്തിയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളം. നിഷ്ക്രിയത്വം മരണത്തിന് തുല്യമാണ്. കാലത്തെ അതിജീവിച്ച ഈ ജ്ഞാനം നമുക്ക് പകർന്നു നൽകിയത് യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയാണ്. ഈ വാക്കുകൾക്ക് കൂടുതൽ ആധികാരികതയും വിശ്വാസ്യതയും ഇത് നൽകുന്നു. ശരി, അപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ച ശാസ്ത്രത്തെയും ജ്ഞാനത്തെയും നമുക്ക് ഒരുമിപ്പിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് നാളെ മുതൽ അല്ല, ഇന്നു മുതൽ പ്രയോഗിക്കാൻ കഴിയുന്ന വ്യക്തമായ ഒരു കർമ്മ പദ്ധതിയിലേക്ക് വരാം. നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഈ 4 പോയിന്റുകളിൽ ചുരുക്കാം. ഇതൊന്ന് ഓർത്തുവെച്ചാൽ മതി. 1. അലസത ഭാവിയെ കൊല്ലുന്ന മധുരമുള്ള വിഷമാണ്. 2. തുടങ്ങാൻ മടിയുണ്ടെങ്കിൽ 5 സെക്കൻഡ് നിയമം ഉപയോഗിക്കുക. 3. പരിശ്രമവും അച്ചടക്കവുമാണ് വിജയത്തിലേക്കുള്ള ഒരേയൊരു വഴി. പിന്നെ ഏറ്റവും പ്രധാനമായി ഒരു പ്രതിജ്ഞയെടുക്കുക: ഇന്നത്തെ ജോലി ഞാൻ ഇന്ന് തന്നെ ചെയ്യും. പോകുന്നതിനു മുൻപ് ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുന്നു. നിങ്ങളുടെ ഭാവിയുടെ താക്കോൽ നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. പക്ഷേ ആ വിധി എഴുതേണ്ടത് നിങ്ങളുടെ വാക്കുകളല്ല, നിങ്ങളുടെ പ്രവൃത്തികളാണ്. അപ്പോ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കാനുള്ള ആ തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്.